ഹായ്, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th മെയിൻസ്, അതായത് വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻ എക്സാമാണ് അടുത്ത ദിവസം. ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസെൻ്റായിട്ട് നടന്നിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ചോദ്യം ഇതാണ്. ചോദ്യം: 2025 ജനുവരിയിൽ അന്തരിച്ച കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി. ഉത്തരം KS മണിലാൽ. ഉത്തരം KS മണിലാൽ. 2025 ജനുവരിയിൽ അന്തരിച്ച കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ ശാസ്ത്രശാസ്ത്രജ്ഞനായിട്ടുള്ളതും പത്മശ്രീ ജേതാവുമായിട്ടുള്ള വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം KS മണിലാൽ. രണ്ടാമത്തെ ചോദ്യം: സൗത്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പൊതു നേതൃത്വത്തിലുള്ള ശ്രീ ചന്ദ്രശേഖേന്ദ്ര നാഷണൽ എമിനന്റ് അവാർഡ് ലഭിച്ച വ്യക്തി. സൗത്ത് ഏഷ്യൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പൊതു നേതൃത്വത്തിലുള്ള ശ്രീ ചന്ദ്രശേഖേന്ദ്ര സരസ്വതി നാഷണൽ എമിനന്റ് അവാർഡ് ലഭിച്ച വ്യക്തി. ഉത്തരം S ജയശങ്കർ. അടുത്ത ചോദ്യം: വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സബ്മിറ്റ്, വേവ്സ് എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സബ്മിറ്റ് 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം. ഉത്തരം ഇന്ത്യ. ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം: 2024 ഡിസംബറിൽ നോറോ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട രാജ്യം. 2024 ഡിസംബറിൽ നോറോ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട രാജ്യം. ഉത്തരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അടുത്ത ചോദ്യം: 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡിന് അർഹനായത് ആര്? ഉത്തരം കാമ്യ കാർത്തികേയൻ. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡിന് അർഹനായത് ആരാണ്? കാമ്യ കാർത്തികേയൻ. ഉത്തരം കാമ്യ കാർത്തികേയൻ. അടുത്ത ചോദ്യം: ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിനായ CR450 പ്രോട്ടോടൈപ്പ് പുറത്തിറക്കിയ രാജ്യം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിൻ ഏതാണ്? CR450 പ്രോട്ടോടൈപ്പാണ്. ഇത് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ചൈന. ഉത്തരം ചൈന. സീനിയർ ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 കിരീടം നേടിയ സംസ്ഥാനം. കേരളം. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ. ഉത്തരം R വൈശാലി. ഉത്തരം R വൈശാലി. 2025 മന്നത്ത് പത്മനാഭൻ്റെ എത്രാമത് ജന്മദിനമാണ് ആചരിച്ചത്? 2025 മന്നത്ത് പത്മനാഭൻ്റെ എത്രാം ജന്മദിനമാണ് ആചരിച്ചത്? 148. അടുത്ത ചോദ്യം: ദ്രോണാചാര്യ അർഹനായർ ആരാണ്? 2024 ദ്രോണാചാര്യ, അതായത് അത് ആജീവനാന്ത പുരസ്കാരത്തിനാണ്. അർഹനായത് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം അർമാൻഡോ കൊളോസ്കോ. അതുപോലെ തന്നെ S മുരളീധരൻ. ഇവർക്ക് രണ്ടുപേർക്കുമാണ് 2024 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. 2024 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം: 2024 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ജേതാക്കൾ ആരൊക്കെയാണ്? ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റി.
2024 ദ്രോണാചാര്യ അവാർഡിന് അർഹനായതാരാണ്? സുഭാഷ് റാണ, ദിലീപ് ദേശപാണ്ഡെ, സന്ദീപ് സഗ്വാൻ. 2024 ദ്രോണാചാര്യ അവാർഡിന് അർഹമായവരാരൊക്കെയാണ്? സുഭാഷ് റാണ, പാരാഷൂട്ടിങ്ങിലാണ് അദ്ദേഹം വിദഗ്ധം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഷൂട്ടിങ്ങിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ളത് ദീപാലി ദേശപാണ്ഡെയാണ്. ഹോക്കിയിൽ നിന്നും സന്ദീപ് സഗ്വാനാണ്. അടുത്ത ചോദ്യം, 2024 അർജുന അവാർഡിൻ്റെ ജേതാക്കൾ ആജീവനാന്ത പുരസ്കാരത്തിലാണ് സുജാ സിംഗ്, അത്ലറ്റിക്സിൽ നിന്നും സുജാ സിംഗ്, മുരളീകാന്ത്, രാജാറാം പേദ്കർ പാരാ സ്വിമ്മിങ്ങിൽ നിന്നുമാണ്. അടുത്തത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈയിടെ ലഭിച്ച മുബാറക് കൽ കബീർ പുരസ്കാരം ഏതു രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈയിടെ ലഭിച്ച മുബാറക് അൽ കബീർ പുരസ്കാരം ഏതു രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ്? ഉത്തരം കുവൈറ്റ്. അടുത്ത ചോദ്യം, ഖേൽരത്ന പുരസ്കാരം നേടുന്ന പ്രായം കുറഞ്ഞ താരം? ഡി ഗുഗേഷ്. ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. 2025 ജനുവരിയിൽ കൽപ്പിത സർവകലാശാലയായി പ്രഖ്യാപിച്ച സ്ഥാപനം കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 2025 കൽപ്പിത സർവകലാശാലയായി പ്രഖ്യാപിച്ച സ്ഥാപനം ഏതാണ്? കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അടുത്ത ചോദ്യം, 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രസിദ്ധ പത്രാധിപരും ഗ്രന്ഥകനുമായ വ്യക്തി? എസ് ജയചന്ദ്രൻ നായർ. 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രസിദ്ധ പത്രാധിപരും ഗ്രന്ഥകാരനുമായ വ്യക്തി? എസ് ജയചന്ദ്രൻ നായർ. അടുത്തത്, കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്ന കവിതാ സമാഹാരം ഏത്? കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്ന കവിതാ സമാഹാരം? ഉത്തരം മനോരഥം. ഉത്തരം മനോരഥം. അടുത്ത ചോദ്യം, മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്നത് ആരാണ്? മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്നത് ആരാണ്? ഉത്തരം IIT ബോംബെ. പോഷകാധിഷ്ഠിതമായ സബ്സിഡി പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേന്ദ്ര മന്ത്രാലയം ഏത്? പോഷകാധിഷ്ഠിത സബ്സിഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേന്ദ്ര മന്ത്രാലയം ഏതാണ്? രാസവള മന്ത്രാലയം. 2025 ദേശീയ സരസ് മേളയുടെ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം? 2025 ദേശീയ സരസ് മേളയുടെ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം? ഉത്തരം കേരളം. ഉത്തരം കേരളം. അടുത്തത്, 2024 അർജുന അവാർഡിന് അർഹനായ അന്നു റാണി ഏതു മേഖലയിൽ പ്രസിദ്ധയാണ്? 2024 അർജുന അവാർഡിന് അർഹയായ അന്നു റാണി ഏതു മേഖലയിൽ പ്രസിദ്ധയാണ്? ഉത്തരം അത്ലറ്റിക്സ്. ഉത്തരം അത്ലറ്റിക്സ്. അടുത്ത ചോദ്യം, മീർക്കാറ്റ് റേഡിയോ ടെലിസ്കോപ്പ് ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? മീർക്കാറ്റ് റേഡിയോ ടെലിസ്കോപ്പ് ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്ക. ഉത്തരം ദക്ഷിണാഫ്രിക്ക. US ജനപ്രതിനിധി സഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തത്? US ജനപ്രതിനിധി സഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? മൈക്ക് ജോൺസൺ. മൈക്ക് ജോൺസൺ. ബഹിരാകാശത്ത് പയറുവിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി? ISRO. ബഹിരാകാശത്ത് പയറുവിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി ISRO. 31ാമത് നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസിൻ്റെ വേദി? 31ാമത് നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസിൻ്റെ വേദി ഭോപ്പാൽ. അടുത്ത ചോദ്യം,
മണ്ണ് മലിനീകരണത്തെ ചെറുക്കുന്നതിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അടുത്തിടെ ബാക്ടീരിയ വികസിപ്പിച്ച സ്ഥാപനം IIT ബോംബെ. 2025 സൂപ്പർ സൺസ് പ്രതിഭാസം കാണപ്പെട്ട ദിവസം ജനുവരി 4. 2025 സൂപ്പർ സൺ പ്രതിഭാസം കാണപ്പെട്ട ദിവസം ജനുവരി 4. ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെൻ്ററി ആരുടേതാണ്? ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെൻ്ററി ആരുടേതാണ്? ഉത്തരം വേണു നായർ. ഉത്തരം വേണു നായർ. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം രാജഗോപാല ചിദംബരം. ഉത്തരം രാജഗോപാല ചിദംബരം. അടുത്ത ചോദ്യം, പൊതുചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്താൻ CAG ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓപ്പൺ ഡാറ്റ കിറ്റ്. ഓപ്പൺ ഡാറ്റ കിറ്റ്. അടുത്ത ചോദ്യം, കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡിൻ്റെ ഇടപാടുകാരെ സഹായിക്കാൻ തയ്യാറാക്കിയ AI റിസപ്ഷനിസ്റ്റ് കെല്ലി. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബോളർ ജസ്പ്രീത് ബൂംറ. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബോളർ ജസ്പ്രീത് ബൂംറ. അടുത്ത ചോദ്യം, 97ാമത് ഓസ്കാർ അവാർഡിനുള്ള ബ്രിട്ടൻ്റെ ഔദ്യോഗിക എൻട്രിയായി പട്ടികയിൽ ഇടം പിടിച്ച ഹിന്ദി ചിത്രം. ഉത്തരം സന്തോഷ്. 2024 JC ഡാനിയേൽ ഫൗണ്ടേഷൻ പുരസ്കാരം മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരാണ്? ടൊവിനോ തോമസ്. 2025 പ്രഭാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാള വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാള വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി. 2030 ശൈശവ വിവാഹം നിർത്തലാക്കുന്നതിനായി ക്യാമ്പയിനിങ് ആരംഭിച്ച രാജ്യം നേപ്പാൾ. ഉത്തരം നേപ്പാൾ. അതിദരിദ്രന്മാരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതി. ഉത്തരം സമന്വയ. ഉത്തരം സമന്വയ. 2025 നടക്കാനിരിക്കുന്ന 18ാമത് പ്രവാസി ദിവസത്തിൻ്റെ വേദി. 2025 നടക്കാനിരിക്കുന്ന 18ാമത് പ്രവാസി ദിവസിൻ്റെ വേദി. ഉത്തരം ഭുവനേശ്വർ. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. 2025 ജനുവരിയിൽ കൺജങ്ഷൻ പ്രൈസിംഗ് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനുള്ള സംരംഭത്തിനെയാണ് കൺജങ്ഷൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റിലെ ആദ്യത്തെ നഗരമേതാണ്? ന്യൂയോർക്ക്. ഉത്തരം ന്യൂയോർക്ക്. പഞ്ചായത്ത് സേ പാർലമെൻറ്റ് 2.0 പ്രോഗ്രാം ഏത് ആദിവാസി നേതാവിൻ്റെ 150ാം ജന്മവാർഷികത്തെ അനുസ്മരിക്കുന്നു? ഉത്തരം ബിർസ മുണ്ട. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത്? ഉത്തരം ബേപ്പൂർ. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് ബേപ്പൂർ. അടുത്തത് 2025 ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. ഉത്തരം ഓസ്ട്രേലിയ. ഹ്യൂമൻ മെറ്റന്യൂമ വൈറസ് ഇന്ത്യയിലെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂർ. ഉത്തരം ബാംഗ്ലൂർ.
2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഫിനാൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സി 2025 ജനുവരിയിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഇന്ത്യയിലെ അതിർത്തി പ്രദേശം ടിബറ്റ് ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ വി നാരായണൻ. ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് ബഹാദൂർ സിംഗ് സാഗു. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് ബഹാദൂർ സിംഗ് സാഗു. 2025 ജനുവരിയിൽ രാജിവെച്ച ഇന്ത്യൻ ട്രൂഡോ ഏതു രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു? കാനഡ. രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനമൊരുക്കിയ സംസ്ഥാനം? രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനമൊരുക്കിയ സ്ഥാപനം IIT ഗുവാഹത്തി. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം? ഇന്തോനേഷ്യ. രാജ്യത്ത് ഉൽപാദനവും വിതരണം കേന്ദ്ര സർക്കാർ നിരോധിച്ച കന്നുകാലികൾക്കായുള്ള വേതന സംഹാരി? നിമുസുലുഡൈ. ഉത്തരം നിമുസുലൈഡ്. അടുത്ത ചോദ്യം, മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ പ്രഥമ പരിഗണനാ പട്ടികയിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം? ആടുജീവിതം. മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ പ്രഥമ പരിഗണനാ പട്ടികയിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ആടുജീവിതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വരാനിരിക്കുന്ന അടുത്ത ദിവസം തന്നെ നടക്കുന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സാണ് പഠിച്ചത്. ഇതിൽ നിന്ന് ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പഠിക്കാവുന്നിടത്തോളം കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്